ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ പി ബ്ലോക്കിലെ 17ാം ഗ്രൂപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിൾ ആണ് കാണുന്നത്. 17ാം ഗ്രൂപ്പ് ആരൊക്കെയാണ്? 17ാം ഗ്രൂപ്പിലെ എലമെന്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. 17ാം ഗ്രൂപ്പിന്റെ തൊട്ട് നെയ്ബേഴ്സ് ആണ് ഓക്സിജൻ ഫാമിലിയും നോബിൾ ഗ്യാസ് ഗ്രൂപ്പും. പതിനേഴാം ഗ്രൂപ്പിലെ എലിമെന്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ ആണ് 9. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ 2s2 2p5. ഗ്രൂപ്പ് 17. ക്ലോറിൻ ആറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്നത് 3s2 3p5. ബ്രോമിൻ ആറ്റോമിക് നമ്പർ 35, വാലൻസ് 4s2 4p5. അയഡിൻ 53, 5s2 5p5 എന്നുള്ള ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അന്നേരം നമ്മൾ പരിചയപ്പെട്ടു 17ാം ഗ്രൂപ്പിലെ ഇലമെന്റ്സിനെ പരിചയം. ഈ 17ാം ഗ്രൂപ്പിലെ ഇലമെന്റ്സില് ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ്. താഴെ കിടക്കുന്ന അസ്റ്റാറ്റിൻ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റലോയിഡ് ആണ്. നോൺ മെറ്റൽസ് ആണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അസ്റ്റാറ്റിൻ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്, കൂടാതെ ഒരു മെറ്റലോയിഡുമാണ്. The halogens are a group in the periodic table consist of 5 chemically related elements. Chemically related ആണ് ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാം. ഇവിടെ ഒരു അസ്റ്റാറ്റിൻ എന്താണ്? അത് റേഡിയോ ആക്റ്റീവ് ആണ്. ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഒരു ഇലമെന്റ് ഉണ്ട്. ആ ഇലമെന്റിന്റെ ആറ്റോമിക് നമ്പർ ആണ് 117. ടെനിസൈൻ മേ ഓൾസോ ബി എ ഹാലജൻ. ടെനിസിനെ നമ്മൾ ഹാലജൻ ആയിട്ട് കരുതുന്നു. അത് പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന എലമെന്റ് ആണ്. നമ്മളിവിടെ കാണുവാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെനിസൈൻ. ഈ 17ാം ഗ്രൂപ്പിന് ഹാലജൻ എന്നൊരു പേരും കൂടെ ഉണ്ട്, ഹാലജൻസ്. എന്തുകൊണ്ടായിരിക്കും ഹാലജൻസ് എന്നുള്ള പേര് വന്നത്? In Greek, halo means salt and gene means bond. That means salt produces. ഫ്ലൂറിനും, ക്ലോറിനും, ബ്രോമിനും, അയഡിനും എല്ലാം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ 17ാം ഗ്രൂപ്പ് എലമെന്റ് നമ്മൾ ഹാലജൻസ് എന്ന് പറയുന്നത്. ഹാലജൻസിന്റെ അർത്ഥം സോൾട്ട് പ്രൊഡ്യൂസേഴ്സ്. നമുക്കറിയാം ക്ലോറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറിയുപ്പ് അല്ലെ, എന്നിട്ട് അതൊരു സോൾട്ട് ആണ്. നമ്മുടെ ഹാലജൻ ഫാമിലിയുടെ ഒക്കറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി ഉണ്ട്. ദ ഹാലജൻ ഡു നോട്ട് ഒക്കർ ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഈ ഹൈ റിയാക്ടിവിറ്റി കാരണം ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കത്തില്ല. അത് എപ്പോഴും കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്, എക്സെപ്റ്റ് ഫോർ അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ ഇസ് എ റേഡിയോ ആക്റ്റീവ്. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ഇസ് ദ 30th ആൻഡ് ക്ലോറിൻ ഇസ് ദ 20th മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ബൈ വെയിറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. Fluorine occurs widely as insoluble fluorides such as fluorospar. Fluorospar formula ആണ് CaF2, cryolite Na3Al(F6) and fluoropite. Of this, the main source is fluorospar. Small amount of fluorine are present in soil, plants, of river water and the bones and teeth of animals. ഫ്ലൂറിൻ നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ വെള്ളത്തിലുമൊക്കെ ഫ്ലൂറിന്റെ കണ്ടന്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഫ്ലൂറിൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്ലൂറിൻ ചേർത്ത പേസ്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ല് തേക്കുമ്പോൾ. വെൻ ഫ്ലൂറിൻ വിച്ച് ഈസ് നെഗറ്റീവ്ലി ചാർജ് മീറ്റ്സ് എ പോസിറ്റീവ്ലി ചാർജ് അയോൺ ലൈക്ക് സോഡിയം, കാവിറ്റി അങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു അയോണാണ് ഫ്ലൂറൈഡ്.
When these fluoride compounds are in your mouth, they can actually make your teeth stronger and prevent cavities. They can even reverse early tooth decay. ഒക്കെ നമുക്ക് ഇത് പറയാം. ഫ്ലൂറിൻ, അതുകൊണ്ടാണ് ഫ്ലൂറിൻ ചേർന്ന പേസ്റ്റ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. ഇനി ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ they are present in seawater in the form of chlorides, bromides and iodides of highly active metals like sodium, potassium, magnesium and calcium. Of these, the most abundant is sodium chloride. നമുക്കറിയാം കടൽ വെള്ളത്തിനകത്ത് ഉപ്പുരസം എന്താണ് കാരണം? സോഡിയം ക്ലോറൈഡ് കാരണമാണ്. സീ വാട്ടർ കൺസിസ്റ്റ് ഓഫ് about 1.5% by weight of sodium chloride. അതുപോലെ തന്നെ നമുക്ക് the dry beds of seas also contain large deposits of sodium chloride along with small proportions of calcium chloride. The principal source of iodine is seaweeds and crude chill saltpeter. The percentage abundance of iodide in this compound ആണ് അയഡിന്റെ ഒക്കറൻസ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ചാവുകടല. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡെഡ് സീ. സാധാരണ കടലിനെ അപേക്ഷിച്ച് ഡെഡ് സീയിൽ 30% സോഡിയം ക്ലോറൈഡിന്റെ അളവ് കൂടുതലായിരിക്കും സാധാരണ കടലിനെ അപേക്ഷിച്ച്. നമ്മളിവിടെ പോയാൽ നമുക്കറിയാം, ഈ കടലിൽ ഒന്ന് കുളിക്കാൻ പോയാൽ, ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, അന്നേരം അവിടെ നമ്മൾ ഈ ഇത് കാരണം ഈ സോഡിയം ക്ലോറൈഡിന്റെ അളവ് കൂടുതലായാണ് നമ്മൾ പൊങ്ങിക്കിടക്കും, അതായത് ജലോപരിതലത്തിൽ കിടക്കും. ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ടു സ്വിം ഇൻ ദ ഡെഡ് സീ because of the high salt content of the water. People who bath in the Dead Sea can actually float on the surface of water. Dead Sea. ഇവിടുത്തെ സോഡിയം ക്ലോറൈഡിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. സാധാരണ കടലിനെ അപേക്ഷിച്ച് 30% കൂടുതലായിരിക്കും ഡെഡ് സീക്കകത്തുള്ളത്. ഇതൊക്കെ സോൾട്ടുകളാണ്, നമ്മുടെ ഹാലിജന്റെ സോൾട്ടുകൾ. ഇനി നമ്മുടെ 17ാം ഗ്രൂപ്പിലെ എലമെന്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവയുടെ കളർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്ലൂറിന്റെ കളർ യെല്ലോ, ക്ലോറിൻ ഗ്രീൻ, ബ്രോമിൻ ആണെങ്കിൽ റെഡ് ബ്രൗൺ ആണ്, അയഡിൻ ആണെങ്കിൽ ഗ്രേ കളറാണ് അയഡിൻ. ഇത് ഫ്ലൂറിൻ ഗ്യാസ് ആയിട്ടാണ്, അതുപോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ബ്രോമിൻ ലിക്വിഡ് ആണ്, അയഡിൻ സോളിഡ് ആണ്. ഇതിന്റെ വേപ്പർ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലും കളറ് അയഡിന്റെ മാത്രമേ നമ്മളിവിടെ പർപ്പിൾ കളറായിട്ട് കാണുന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. All halogens are colored. എന്താണ് കാരണം? This is due to absorption of radiation in visible region. കളറിന് കാരണം absorption of radiation in a visible region, which results in the excitation of outer electrons to higher energy level. അതുകൊണ്ടാണ് ഫ്ലൂറിൻ ഹാസ് യെല്ലോ, ക്ലോറിൻ ഹാസ് ഗ്രീനിഷ് യെല്ലോ, ബ്രോമിൻ എന്ന് പറഞ്ഞാൽ റെഡ് ബ്രൗൺ ആൻഡ് അയഡിൻ നമുക്ക് ഗ്രേ വയലറ്റ് ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മളിപ്പം ഇവിടെ കാണുകയാണ് ഫ്ലൂറിൻ പെയിൽ യെല്ലോ, ക്ലോറിൻ ഗ്രീൻ ഗ്യാസുകളാണ്, ബ്രോമിൻ ലിക്വിഡായിട്ട് ഓറഞ്ച് ബ്രൗൺ ആണ് കളറ്, അതുപോലെ അയഡിൻ ഗ്രേ കളറാണ് അയഡിന്റെ നമ്മളിവിടെ ഒബ്സർവ് ചെയ്ത്. ഇതിന്റെ ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് നമുക്കറിയാം. ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ഏറ്റവും മുകളിലുള്ള എലമെന്റിനായിരിക്കും ആറ്റോമിക് റേഡിയസ് കുറവ്, താഴോട്ട് വരുന്നവരും കൂടി വരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആറ്റോമിക് റേഡിയസ് ഒന്ന് പരിശോധിച്ചാൽ ഫ്ലൂറിന്റെ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും 0.064, ക്ലോറിൻ 0.099, ബ്രോമിൻ അങ്ങനെ കൂടി വരുന്നു. അതാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഫ്ലൂറിന് ഏറ്റവും കുറവ് സൈസ് ആറ്റോമിക് റേഡിയസ്, അത് ക്ലോറിൻ അത് കഴിഞ്ഞ് കൂടുതൽ ബ്രോമിൻ, അയഡിനാണ് ഏറ്റവും കൂടുതൽ ആറ്റോമിക് റേഡിയസ് ഉള്ളത്. അന്നേരം ഇതിന്റെ സൈസാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നേരം നമുക്ക് ഒരു കൺക്ലൂഷൻ പറയാം. ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ പോകുമ്പോൾ അയഡിനാണ് ഏറ്റവും കൂടുതൽ സൈസ് എന്നുള്ള ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി അയോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിന്റെ എല്ലാം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഏറ്റവും ബാഹ്യ ഷെല്ലിനകത്ത് 7 ഇലക്ട്രോൺ ആണ്. ഈ 7 ഇലക്ട്രോണും ഒറ്റ ഇലക്ട്രോണും കൂടെ ആയാൽ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് എപ്പോഴും അത് അയോൺസ് ആയിട്ടാണ് അതിന് കൂടുതലായിട്ട് നിൽക്കാൻ താല്പര്യം. അന്നേരം അയോണിക് റേഡിയസ്
ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ F- ആകുന്നു, ക്ലോറിൻ Cl- ആകുന്നു. ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അയോണിക് റേഡിയസ് ഓൾസോ ഇൻക്രീസസ് ഡൗൺ ഗ്രൂപ്പ്. The greater the atomic number, the more the electron. There are these go into shells increasingly further from the nucleus. ഇനി ഇവിടെ പറയാണ് അയോൺസും ആറ്റംസും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവാം. അതായത് ഫ്ലൂറിൻ ആറ്റവും ഫ്ലൂറൈഡ് അയോണും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറൈഡ് അയോണിനായിരിക്കും സൈസ് കൂടുതൽ എന്ന് പറയുകയാണ്. അയോൺസ് ആർ ലാർജർ ദാൻ ആറ്റംസ്. The added electron repels the others, so radius gets larger. അയോൺസിന് ആറ്റത്തെ അപേക്ഷിച്ച് സൈസ് കൂടുതലാണ്. മോളിക്കുലാർ ഫോർമുല നമുക്കൊന്ന് പഠിക്കാം. ഫ്ലൂറിൻ ഫ്ലൂറിൻ ആറ്റമാ. മോളിക്യൂൾ ആകുമ്പോൾ F2 എന്നാണ് പറയുന്നത്. F2 2 ആറ്റം കൂടി ചേർന്നാണ് ഒരു മോളിക്യൂൾ. ക്ലോറിൻ Cl2 മോളിക്യൂൾ, ബ്രോമിൻ ആറ്റം Br2 മോളിക്യൂളായി മാറുന്നു, അയഡിൻ ആറ്റം I2 മോളിക്യൂളായി മാറുന്നു. ഇതിന്റെ ബോണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ 2 ഫ്ലൂറിൻ കൂടി ചേർന്ന കോവാലൻ ബോണ്ടിങ്ങിലാണ് അവർ കൂടി ചേരുന്നത്. കോവാലൻ ബോണ്ടിങ് ആണ് ഇവിടുത്തെ മോളിക്യൂൾസിനകത്ത് നമുക്ക് പഠിക്കുന്നത്. കോവാലൻ ബോണ്ടിങ് നോക്കിയോ, മോളിക്യൂൾസിന്റെയും സൈസ് കൂടി കൂടി വരുന്നു. ഏറ്റവും കുറവ് മോളിക്കുലാർ സൈസ് ഫ്ലൂറിന്, ഏറ്റവും കൂടുതൽ മോളിക്കുലാർ സൈസ് അയഡിൻ മോളിക്യൂളിന്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ്? ഫ്ലൂറിന്റെ ബോയിലിംഗ് പോയിന്റും അയഡിന്റെ ബോയിലിംഗ് പോയിന്റും കൂടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയഡിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്ക് പറയാം, boiling point increases down group because more energy is required to separate the larger molecule. ഇതിന്റെ സൈസ് വെച്ച് നമുക്ക് ബോയിലിംഗ് പോയിന്റ് പറയാം. boiling point increases down the group. ഓക്കെ, അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടി ആയ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ഹാലജൻ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആസ് ദ മോളിക്യൂൾ ബിക്കം ബിഗ്ഗർ. ഫ്ലൂറിന്റെ മെൽറ്റിംഗ് പോയിന്റ് -220, ക്ലോറിൻ -101, ബ്രോമിൻ -7, അയഡിൻ 114. ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ വരുമ്പോൾ കൂടി വരുന്നു. അന്നേരം ഇത് നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം? ഇതിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുന്നു. നമുക്കിവിടെ ഗ്രാഫ് ഒന്ന് പഠിക്കാം. ഈ ഗ്രാഫില് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ് കാണിച്ചിരിക്കുന്നത്. ആ റെഡ് ഗ്രാഫ് മെൽറ്റിംഗ് പോയിന്റ് ആണ്, ബ്ലൂ ഗ്രാഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്ന ഫ്ലൂറിനും ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് നമ്മളിവിടെ അയഡിൻ, അത് കഴിഞ്ഞ അസ്റ്റാറ്റിൻ, അത് കഴിഞ്ഞിട്ട് അയഡിൻ, അങ്ങനെയുള്ള ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അയഡിൻ വരെയുള്ളത് അങ്ങ് ശ്രദ്ധിക്കുക. അയഡിൻ വരെയുള്ളത് ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ കൂടുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അസ്റ്റാറ്റിൻ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്നുള്ളൊരു ഇതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, നമ്മുടെ ഗ്രൂപ്പ് 17 എലിമെന്റ്സിന് പറയുന്ന വേറൊരു പേരാണ് ഹാലജൻസ്. എന്തുകൊണ്ടാണ് ഹാലജൻസ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഹാലജൻസ് എന്നുള്ള പേര് വന്നത്. ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സിമ്പല് ഫ്ലൂറിന്റെ FCl, ക്ലോറിനാണ്. ഇനി മോളിക്കുലാർ ഫോർമുല നമ്മൾ കാണുകയാണ്. F2, Cl2, Br2, I2. അപ്പിയറൻസ്, അതായത് കളറ് പെയിൽ യെല്ലോ ആണ് ഫ്ലൂറിന്, ക്ലോറിന് പെയിൽ ഗ്രീൻ ആണ്, റെഡ് ബ്രൗൺ ആണ് ബ്രോമിന്, ഗ്രേ ബ്ലാക്ക് ആണ് അയഡിന്. ഇവിടെ സ്റ്റേറ്റ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്ലൂറിൻ ഗ്യാസ് ആയിട്ട്, ക്ലോറിൻ ഗ്യാസ് ആയിട്ട്, അതുപോലെ തന്നെ ബ്രോമിൻ ലിക്വിഡ് ആയിട്ടാണ്, അയഡിൻ സോളിഡ് ആയിട്ടാണ്. വേപ്പറിന്റെ കളർ നമ്മൾ പഠിച്ചു. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബാഹ്യശല്യ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 7 ആണെന്ന് ഓർക്കുക. 7 എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ബോയിലിംഗ് പോയിന്റ് ഒരു ഗ്രൂപ്പിൽ ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇൻക്രീസ് ചെയ്യാണ്. ഫ്ലൂറിനാണ് ഏറ്റവും കുറവ്, അയഡിനാണ് ഏറ്റവും കൂടുതൽ.
അതുപോലെ അയണിക് സൈസ്, റിയാക്ഷൻസ് വിത്ത് സോഡിയവുമായിട്ടുള്ള ഈ ഹാലജൻസിന്റെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്ലൂറിൻ ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ക്ലോറിൻ ഏറ്റവും കുറഞ്ഞു താഴോട്ട് പോകുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അടുത്ത പ്രോപ്പർട്ടി അയണൈസേഷൻ എൻതാൽപ്പി. ഈ ഹാലജനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ഹാവ് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഡ്യൂ ടു വെരി സ്മോൾ ആറ്റോമിക് സൈസ്. അതുപോലെ ഒരു പീരീഡിനകത്ത് നമ്മൾ പീരീഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പീരീഡിന്റെ ഏറ്റവും കൂടുതലുള്ളത് ഹാലജൻ ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ഒരു ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെയുള്ള ഗ്രൂപ്പ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എങ്ങനെയായിരിക്കും? അയണൈസേഷൻ എനർജി ഡിക്രീസസ് ആസ് വി ഗോ ഡൗൺ ദ ഗ്രൂപ്പ്. ഫ്ലൂറിന്റെ അയണൈസേഷൻ എനർജി 1680 ആണ്, അയഡിൻ്റെത് 1008. ഇതിന്റെ ഇടയ്ക്കുള്ള ക്ലോറിനും ബ്രോമിനും ഫ്ലൂറിനേക്കാളും കുറവാണ്. ക്ലോറിന്റെ 1256, ബ്രോമിൻ 1242, ഏറ്റവും ലാസ്റ്റത്തെയാണ് 1008 എന്നുള്ള അയണൈസേഷൻ എനർജിയുടെ വാല്യൂ ആണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റോമിക് റേഡിയസ് ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? ഫ്ലൂറിന്റെ ആറ്റോമിക് റേഡിയസ് ആണ് ഏറ്റവും കുറവ്. സൈസ് കുറയുന്തോറും അയണൈസേഷൻ എനർജി കൂടുന്നു. ഏറ്റവും കൂടുതലുള്ള സൈസ് 133 അത് അയഡിൻ്റെതാണ്. ഏറ്റവും കൂടുതലുള്ള ആറ്റോമിക് സൈസ് ഉള്ള അയഡിനാണ് ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി. അന്നേരം ദ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ആസ് വി ഗോ ഡൗൺ ദ ഗ്രൂപ്പ്. ഓർത്തിരിക്കുക, സൈസ് കൂടുന്തോറും അയണൈസേഷൻ എനർജി കുറഞ്ഞു വരുന്നു. അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Halogens have the most negative electron gain enthalpy. ആണ് ഹാലജൻസ്. As we move from chlorine to iodine, the electron gain enthalpy become less and less negative. നമുക്കിവിടെ ഒന്ന് ഇതിന്റെ ടേബിൾ ഒന്ന് പരിശോധിക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അതിന്റെ യൂണിറ്റ് ആണ് കിലോ ജൂൾ പെർ മോളിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഫ്ലൂറിനെ നമ്മൾ നോക്കാതെ ക്ലോറിനെ നോക്കുവാണ്. ക്ലോറിന് -348 ആണ്, ബ്രോമിൻ -324. അതായത് നമുക്ക് ആ 348 324 കുറഞ്ഞു വരുന്നു അല്ലെ. അടുത്താണ് 295 കുറഞ്ഞു വരുന്നു. ഏറ്റവും ലാസ്റ്റ് അസ്റ്റാറ്റിൻ 270.1. നമ്മൾ മനസ്സിലാക്കുകയാണ് ക്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ അങ്ങനെ കുറഞ്ഞാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്. എന്നാൽ ഫ്ലൂറിനൊന്ന് നോക്കിക്കേ നിങ്ങൾ. ഫ്ലൂറിന് ക്ലോറിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി കുറവാണ് ഫ്ലൂറിനുള്ളത്. അന്ന് -333 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലോറിൻ്റെത് -348. നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഈ എലമെന്റ്സും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് കാണുന്നത്. ഫ്ലൂറിന് ക്ലോറിനേക്കാളും കുറവാണ് എന്നുള്ള ഗ്രാഫാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ ബ്രോമിൻ ആണെങ്കിൽ ക്ലോറിനേക്കാളും കുറവാണ്, ബ്രോമിനേക്കാളും കുറവായിരിക്കും അയഡിന്. നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളിവിടെ പഠിക്കുകയാണ്. As we move from chlorine to iodine, the electron gain enthalpy become less and less negative. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം പല ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിനേക്കാളും കുറവായിരിക്കുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് പഠിക്കാം. The negative electron gain enthalpy of fluorine is less than that of chlorine. It is due to small size of fluorine atom. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലോറിനും ഫ്ലൂറിനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആസ് എ റിസൾട്ട് there are stronger inter electronic repulsion. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇതിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒരു ഇലക്ട്രോണും കൂടെ സ്വീകരിക്കുക. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബാക്കിഷെല്ലാത്ത 7 ഇലക്ട്രോൺ ആണുള്ളത്. 7 ഇലക്ട്രോൺ ഒരാളെ കൂടെ സ്വീകരിക്കുമ്പോൾ അവിടെ ഫ്ലൂറിനെ സംബന്ധിച്ചാണെങ്കിൽ എന്തായിരിക്കും? വളരെ ചെറിയ ആറ്റം ആകുമ്പോൾ ഈ ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഹൈ ആകുന്നു. എന്നാൽ ക്ലോറിന് അത് അത്രയ്ക്കും ഇല്ല. കാരണം എന്തായിരിക്കും?
ക്ലോറിന്റെ ആറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഫ്ലൂറിന്റെ ആറ്റോമിക് സൈസിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആസ് എ റിസൾട്ട് there are a stronger inter-electronic repulsion in the relatively small 2p orbital of fluorine and thus the incoming electron does not experience much attraction. അവിടെ അട്രാക്ഷനേക്കാളും കൂടുതലായിട്ട് എന്താ ഉണ്ടാകുന്നത്? റിപ്പൽഷൻ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനെ അപേക്ഷിച്ച് കുറവായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു വേറൊരു ക്വസ്റ്റ്യൻ ഉടലെടുക്കുകയാണ്. although the electron gain enthalpy of fluorine is less negative as compared to chlorine, നമ്മളിപ്പം പഠിച്ച കാര്യമാണ്. എന്നിട്ടും ഫ്ലൂറിൻ is a strong oxidizing agent than chlorine. Why? എന്താ കാരണം? ക്ലോറിനും ഫ്ലൂറിനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്. പക്ഷേ ഫ്ലൂറിനാണ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിന്റെ ആൻസർ ഇതാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ എൻതാൽപ്പി ഡിസോസിയേഷൻ ഓഫ് ഫ്ലൂറിൻ ബോണ്ട്, അതുപോലെ ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് F-. ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് F-. ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുകയാണ് എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് Cl2. F2ന്റെ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും Cl2നെ അപേക്ഷിച്ച്. A reason for this anomaly is the relatively large electron repulsion among the lone pair. ഈ ലാർജ് ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണമാണ് ഇവിടെ ഇതിന്റെ കാരണം. Pairs in F2 molecule due to smaller size of fluorine atom where they are much closer to each other than in case of Cl2. Okay. ഇനി ഹാലജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലാതെ എബിലിറ്റി ഓഫ് അട്രാക്ട് ഇലക്ട്രോൺസ് അത് മെഷർ ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് എമോങ് ദി എലമെന്റ്സ് ഇൻ ദ സെയിം പീരീഡ്. അതായത് ഹാലജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് പറയുന്നത് ഇറ്റ് ഹാവ് എ ഹൈ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺസ്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് 17 എലമെന്റ്സ് എല്ലാം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഇലക്ട്രോണെ പെട്ടെന്ന് സ്വീകരിച്ചോളും. ഇലക്ട്രോനെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ് നമുക്ക് നോക്കാം. ഫ്ലൂറിന് 4, ഫ്ലൂറിനേക്കാളും കുറഞ്ഞു 3, ബ്രോമിന് 2.8 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അയഡിന് 2.5 ആണ്, അസ്റ്റാറ്റിന് 2.2 ആണ്. ഈ ടേബിളിലെ വാല്യൂസ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഫ്ലൂറിൻ തൊട്ട് അസ്റ്റാറ്റിൻ വരെ മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്, ഏറ്റവും കുറവ് അസ്റ്റാറ്റിനാണ്. ഇലക്ട്രോണിക് നെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി ഹാലജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ എലമെന്റ് ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 സ്റ്റേറ്റ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. എത്രയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? 4 പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് ഫ്ലൂറിൻ എപ്പോഴും -1 സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ. ഫ്ലൂറിൻ ആറ്റം ഹാസ് നോ ഡി ഓർബിറ്റൽ ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ. ഇതാണ് അനോമലസ് പ്രോപ്പർട്ടിക്ക് കാരണമാണ്. ഫ്ലൂറിന് ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അതിന് പി ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ബാക്കി ക്ലോറിൻ തൊട്ട് ഉള്ള എലമെന്റ്സ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, +1, +3, +5 ആൻഡ് +7. ഫ്ലൂറിൻ മാത്രം -1 ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലജൻസ് ഒന്ന് പഠിച്ചാൽ ഓൾ ദ ഹാലജൻസ് എക്സിബിറ്റ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെയുള്ള ആൾക്കാരെല്ലാവരും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ എക്സിബിറ്റ് +1, +3, +5 ആൻഡ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കൊന്ന് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ക്ലോറിൻ തൊട്ടുള്ള നമുക്ക് നോക്കുവാണെങ്കിൽ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ. ഹാലജൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഫ്ലൂറിനെ ഇവിടെ നമുക്ക് നോക്കുന്നില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിനാണെങ്കിൽ വാലൻസ് ഷെൽ എത്രയാണ്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ 7. NS, NP, NS2, NP5 ആണ്. NP5. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓർബിറ്റൽ ഡയഗ്രത്തിനകത്ത് കാണിക്കുകയാണ്.
one unpaired electron ഇവിടെയുണ്ട്. That account for -1 or +1 oxidation state. രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം, -1 +1. ഈ രണ്ടാമത്തെ ഇത് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് ഈ ഡബിൾ ആയിട്ട് നിന്ന് ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ട് ഡി ഓർബിറ്റിലേക്കൊക്കെ കിടക്കുകയാണ്. അന്നേരം നമുക്കിവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് കാണാം. 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് ഈ പെയറായിട്ട് നിന്നിരുന്ന ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് ഡി ഓർബിറ്റിനകത്തോട്ട് കടന്നു പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാം 3, 2, 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. +5. ഇനി ലാസ്റ്റത്തെ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് നമുക്ക് ഇവിടെ 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹാലജൻസ് കാണിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഹാലജൻസിന് -1, +1, +3, +5 ആൻഡ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഹാലജൻസ് ആണ്. ഇവിടെ ഹാലജൻസിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ബിക്കോസ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ദ ഓക്സിഡൈസിംഗ് ടെൻഡൻസി ഓൾസോ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് whereas the reducing tendency increases. Oxidation tendency കുറയുന്നു. There is a regular decrease in the first ionization energy. There are regular decrease in first ionization energy. ഇനി കെമിക്കൽ റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. പിന്നെ ഫ്ലൂറിന് അയഡിനും അപേക്ഷിക്കുമ്പോൾ റിയാക്ടിവിറ്റി ഡിക്രീസ്ഡ് ഡൗൺ ദ ഗ്രൂപ്പ്. അയഡിൻ ആയിരിക്കും കുറവ്. റിയാക്ടിവിറ്റിയുടെ കാര്യമാണ് നമ്മൾ കെമിക്കൽ റിയാക്ടിവിറ്റി. ഫ്ലൂറിന് ഏറ്റവും കൂടുതൽ ക്ലോറിൻ, അത് കഴിഞ്ഞ് ഏറ്റവും കുറവ് അയഡിനാണ്. ഗെയിനിങ് ഇലക്ട്രോൺ ഓക്സിഡൈസിംഗ് പവറും ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ. കെമിക്കൽ റിയാക്ടിവിറ്റി the ready acceptance of an electron is the reason for the strong oxidizing nature of halogen. Strong oxidizing nature ഉണ്ട്. എന്താ കാരണം? എത്രയും പെട്ടെന്ന് അത് ഇലക്ട്രോണെ സ്വീകരിച്ച് ഒക്ടറ്റ് ആകാൻ നോക്കും. ഫ്ലൂറിൻ is the strongest oxidizing halogen. ഓർത്തിരിക്കുക, ഫ്ലൂറിനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിംഗ് ഹാലജൻ. and it oxidizes other halide ions in solution or even in the solid phase. ഇത് ഫ്ലൂറിൻ ഓക്സിഡൈസ് ചെയ്യുന്ന അതർ മറ്റുള്ള ഹാലജനെ കൂടി. ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ +2x, എക്സ് ഏതെങ്കിലും ആകാം, ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം. എന്തായി മാറുന്നു? 2F+. അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നു. അതായത് അതർ ഹാലജൻസിനെ നമ്മുടെ ഫ്ലൂറിൻ ഓക്സിഡൈസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. റിയാക്ടിവിറ്റിയാണ് ഫ്ലൂറിന്റെ. ഫ്ലൂറിൻ എക്സിബിറ്റ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നാൽ അതർ ഹാലജൻ എക്സിബിറ്റ് +1, +3, +5, +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയുന്നത്? നമ്മൾ പഠിച്ചതിൽ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആൻഡ് cannot exhibit any positive oxidation state. Other halogens have d orbitals and therefore can expand their octet and show +1, +3, +5 and +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചുരുക്കത്തിൽ പറയാം, ഫ്ലൂറിന് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അതുപോലെ തന്നെ ഡി ഓർബിറ്റൽ ഇല്ല, അനോമലസ് പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് മാത്രമാണ് ഫ്ലൂറിൻ എന്ത് കാണിക്കുന്നത്? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ബാക്കിയുള്ള ഹാലജൻസ് എല്ലാം +1, +3, +5 and +7. നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് അത് എക്സ്പാൻഷൻ നടത്തുന്നത്? ഡി ഓർബിറ്റലും കൂടി യൂസ് ചെയ്താണ് അതിന് എക്സ്പാൻഷൻ നടത്തുന്നത്. നമ്മൾ ഫ്ലൂറിന്റെ അനോമലസ് പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ ആർ ഓൾ ഹയർ ഫോർ ഫ്ലൂറിൻ. എല്ലാ ഹാലജനെ അപേക്ഷിച്ചും ഈ 3 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്ലൂറിനുണ്ടായിരിക്കും.
അതുപോലെ തന്നെ അയോണിക് ആൻഡ് കോവാലന്റ് റേഡിയസ്, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർ ലോവർ ദാൻ എക്സ്പെക്ടഡ്. ലോവറും ആയിരിക്കും. ഇതിന്റെ എല്ലാം കാരണം എന്തായിരിക്കും? The anomalous behavior of fluorine is due to its small size, highest electronegativity, low fluorine-fluorine bond dissociation enthalpy, and non-availability of d orbital in valence shell. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇതിന്റെ അനോമലസ് പ്രോപ്പർട്ടിക്ക് കാരണം. അതായത് വ്യത്യസ്തത കാണിക്കുന്നു. ബാക്കിയുള്ള ഹാലജനെ അപേക്ഷിച്ച് എഫ് ആറ്റം വ്യത്യാസം കാണിക്കുന്നതിന് കാരണം അതിന് ഏറ്റവും സ്മോൾ സൈസ് ആണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഇത്രയും കാര്യം ഓർത്തിരിക്കാമല്ലോ. ഇറ്റ് ഫോംസ് ഓൺലി വൺ ഓക്സോ ആസിഡ് വൈൽ അതർ ഹാലജൻ ഫോം എ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ നമ്മുടെ ഹാലജന്റെ കൂടെ ചേർന്ന് ഓക്സോ ആസിഡ്സ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഫ്ലൂറിന് ഒറ്റ ഫോം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഫ്ലൂറിന്റെ കൂടെ ഹൈഡ്രജൻ വന്നാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആയി. അതൊരു ലിക്വിഡ് ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് 293 കെൽവിനാണ്. അനോമലസ് പ്രോപ്പർട്ടി പറയുക കേട്ടോ. എന്തായിരിക്കും കാരണം? ഡ്യൂ ടു സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അതുകൊണ്ട് അത് ലിക്വിഡ് ആണ്. അതർ ഹൈഡ്രജൻ ഹാലൈഡ്സ് ആർ ഗ്യാസസ്. ബാക്കിയുള്ളതെല്ലാം ഗ്യാസസ് ആണ്. ഫ്ലൂറിൻ അടങ്ങിയ കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇപ്പം നമ്മൾ പഠിക്കുകയാണ്, ഹാലജൻസ് അതർ എലിമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ഇലക്ട്രോണെ വാങ്ങിക്കും, ഗെയിൻ ആൻഡ് അഡീഷണൽ ഇലക്ട്രോൺ ടു ഫോം ഹാലൈഡ് അയോൺസ്, അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ദെയർ സിംഗിൾ അൺപെയർഡ് പി ഇലക്ട്രോൺസ് ടു ഫോം സിംഗിൾ കോവാലന്റ് ബോണ്ട്. രണ്ട് രീതിയിൽ ഹാലൈഡ് അയോണായി മാറും, അല്ലെങ്കിൽ സിംഗിൾ കോവാലന്റ് ബോണ്ടായിട്ട് മാറുന്നു ഹാലജൻസ്. ഇനി ഹാലജന്റെ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജനുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഹൈഡ്രൈഡ് അല്ലെ, റിയാക്ടിവിറ്റി ടുവേഴ്സ് ഹൈഡ്രജൻ. ഹാലജൻ all react with the hydrogen to give hydrogen halides, but affinity for hydrogen decreases from fluorine to iodine. Hydrogen halides dissolves in water to form hydrohalic acid. അസിഡിക് നേച്ചറാണ് ഹൈഡ്രജൻ ഹാലൈഡിന്റെ നേച്ചർ പറയുന്നത്. അസിഡിക് നേച്ചറാണ്, കാരണം ഇത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആ സൊല്യൂഷൻ എന്താണ്? ആസിഡാണ്. ആ ആസിഡിന്റെ പേരാണ് ഹൈഡ്രോഹാലിക് ആസിഡ്. ഇപ്പോൾ HCl ആണ് വെള്ളത്തിൽ ലയിക്കുന്നെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്ക് അതിന്റെ റിയാക്ഷൻ എന്ന് പരിശോധിക്കാം. X2 എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്. പ്ലസ് H2 gives 2HX. ഇനി ഫ്ലൂറിൻ ആണ് X എങ്കിൽ ഫ്ലൂറിൻ റിയാക്ട് എക്സ്പ്ലോസീവ്ലി even in the dark at -200 degrees Celsius. Chlorine reacts explosively in sunlight. Bromine reacts moderately on heating with a catalyst. Iodine reacts slowly and reversibly even on heating. Anomalous behavior of fluoride ഫ്ലൂറിൻ പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ കാര്യം പറയുകയാണ്. Hydrogen fluoride has abnormally high boiling point and melting point than other hydrogen halides. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വ്യത്യാസം കാണിക്കുന്നു. 19.5 ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. എന്നാൽ HCl -85 ആണ്. ഇതിനും കൂടുതലായിട്ടുള്ള ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് കാണിക്കുന്നത്. ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്, ഹൈഡ്രജൻ അയോഡൈഡ് HBr, HCl അങ്ങനെയുള്ള ഇതിൽ അങ്ങ് പോകുന്നു. ഹൈഡ്രജൻ അയോഡൈഡ് ഹാസ് എക്സെപ്ഷണലി ഹയർ ബോയിലിംഗ് പോയിന്റ് സിൻസ് ഇറ്റ് ഫോംസ് എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട് ഹൈഡ്രജൻ അയോഡൈഡിന്റെ കാര്യത്തിനകത്ത്. ഇനി ഇതിന്റെ അസിഡിക് സ്ട്രെങ്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈഡ്രേറ്റ്സ് ഓഫ് ഹാലജന്റെ അസിഡിക് സ്ട്രെങ്ത് ഇവിടെ പറയുകയാണ്. ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉള്ളത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഏറ്റവും കൂടുതലാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് അതിനേക്കാളും കുറവാണ്. നിങ്ങൾക്കറിയാം ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആരാണോ പെട്ടെന്ന് H+ തരുന്നത് അയാളാണ് സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ബോണ്ട് ഡിസോസിയേഷൻ എനർജി അവിടെ കൂടുതലാണെങ്കിൽ ആ HFന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് ഹൈ എനർജി വേണം.
അതിന് പെട്ടെന്ന് H+ കിട്ടത്തില്ല. അതുപോലെ കമ്പയർ ചെയ്യാണ് ഹൈഡ്രജൻ അയഡൈഡിന്. ഹൈഡ്രജൻ അയഡൈഡിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറവാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് H+ തരുന്നു. അതുകൊണ്ട് ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറയുന്നതാണ് സ്ട്രോങ് ആസിഡ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓർത്തിരിക്കുക, the stability of these halides decreases down the group. The stability കൂടുതൽ എപ്പോഴും എന്താ? ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലുള്ള ആൾക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അതായത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ് ഏറ്റവും കൂടുതൽ, ഹൈഡ്രജൻ അയഡൈഡിനാണ് ഏറ്റവും കുറവ്. സ്റ്റെബിലിറ്റി കുറവുള്ള ആളാണ് പെട്ടെന്ന് ആസിഡ് ആകുന്നതെന്ന് ഓർത്തിരിക്കുക. നമ്മൾ പഠിച്ചു the acid strength of hydrogen halides decreases in the order. അതായത് ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. ഏറ്റവും സ്ട്രോങ് ആസിഡ് ഹൈഡ്രജൻ അയഡൈഡ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഹൈഡ്രജൻ ബ്രോമൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആസിഡ് ആണ് ഹൈഡ്രജൻ അയഡൈഡ്. ഇത് പലവട്ടം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ബോണ്ട് എനർജി HCl ബോണ്ട് എനർജി 432, HBr 366, ഹൈഡ്രജൻ അയഡൈഡ് 298. ഏറ്റവും കുറവ് ഹൈഡ്രജൻ അയഡൈഡിന്റെ ബോണ്ട് എനർജിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താം. ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് ബോത്ത് HX ബോണ്ട് ആൻഡ് XX bonds become weaker. സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആരാണ്? സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആണ് ഹൈഡ്രജൻ അയഡൈഡ്. ഒരു ടേബിൾ ആണ്. ആ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്ന ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഹൈഡ്രജൻ ഹാലൈഡ് ആയ HFനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka എന്ന് പറയുന്നത് 5.6 × 10⁻⁻⁴ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 8.5 ആണ്. ആസിഡ് സ്ട്രെങ്ത് ലോ. ഇവിടുത്തെ കെയുടെ വാല്യൂ 5.6 × 10⁻⁻⁴ ആണ്, കുറവാണ്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കുറവാണ്, അതുകൊണ്ട് ആസിഡ് സ്ട്രെങ്ത് കുറവാണ്. HCl 1 × 10⁻⁷, HBr 1 × 10⁹, HI 1 × 10⁻11. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ അയഡൈഡിനാണ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. therefore ഹൈഡ്രജൻ അയഡൈഡ് ഈസ് സ്ട്രോങ് ആസിഡ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയഡൈഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. നമ്മൾ അസിഡിക് സ്ട്രെങ്ത് പറഞ്ഞ പോലെ തന്നെ റെഡ്യൂസിംഗ് പവറും ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ ഹൈഡ്രജൻ അയഡൈഡിനാണ്, ഏറ്റവും കുറവ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. റെഡ്യൂസിംഗ് പവർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഹാലജനും ഹൈഡ്രജനും തമ്മിലുള്ള കോമ്പൗണ്ട് ആയിരുന്നു. ഇനി എങ്ങനെയാണ് ഹാലജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഹാലജൻ ഫോം മെനി ഓക്സൈഡ്സ് വിത്ത് ഓക്സിജൻ, ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ അൺസ്റ്റേബിൾ. ഫ്ലൂറിൻ ഫോംസ് 2 oxide, OF2 and O2F2. ഫ്ലൂറിൻ 2 കോമ്പൗണ്ട്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിന്റെ പേരാണ് OF2, O2F2. എന്നാൽ OF2 മാത്രമേ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ളൂ അറ്റ് 298 Kelvin. ഓർത്തിരിക്കുക, OF2, O2F2 രണ്ടും ഫ്ലൂറിന്റെ ഓക്സൈഡ്സ് ആണ്. OF2 മാത്രമേ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ളൂ. These oxides are essentially oxygen fluoride because of the higher electronegativity of fluorine than oxygen. Both are strong fluorinating agent. OF2, O2F2 fluorinating agent ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫ്ലൂറിൻ ഫോംസ് 2 oxides, OF2 and O2F2. ഇതിലെ OF2 ആണ് തെർമലി സ്റ്റേബിൾ ആണ്. ബോത്ത് ആർ സ്ട്രോങ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ്. ഈ O2F2 പ്ലൂട്ടോണിയത്തെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോണിയത്തെ. These oxidases are essentially oxygen fluorides because of the higher electronegativity of fluorine than oxygen. These oxides are essentially oxygen fluorides. കാരണം എന്താണ്? ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ദാൻ ഓക്സിജൻ. നമ്മൾ പഠിച്ചു ഫ്ലൂറൈഡിന്റെ 2 ഓക്സൈഡ്സ് ആണ്.
അടുത്ത ഓക്സൈഡ്സ് ആണ് ക്ലോറിന്റെയും ബ്രോമിന്റെയും അയഡിന്റെയും. ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ ഫോം ഓക്സൈഡ്സ്. അവിടെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 തൊട്ട് +7 വരെ വേരി ചെയ്യുന്നു. +1 to +7. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ക്ലോറിൻ തൊട്ട് അയഡിൻ വരെയുള്ളതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു അല്ലെ, +1 +7 വരെ ആകുന്നുണ്ട്. A combination of kinetic and thermodynamic factors lead to the generally decreasing order of stability. Chlorine oxides Cl2O, ClO2, Cl2O6 and Cl2O7 are highly reactive oxidizing agents ആണ്. അതുപോലെ ക്ലോറിന്റെ ഒരു ഓക്സൈഡ് ആയ ClO2 ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് ഏജന്റ് ഫോർ പേപ്പർ പൾപ്പ് ആൻഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റിലൊക്കെ ClO2 ഓക്സിഡൈസിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ബ്രോമിന്റെ ഓക്സൈഡ്സ് ആണ് Br2O, BrO2, BrO3. ഇതെല്ലാം ലീസ്റ്റ് സ്റ്റേബിൾ ഓക്സൈഡ്സ് ആണ്. ആൻഡ് എക്സിസ്റ്റ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ദേ ആർ വെരി പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പൊ നമ്മള് ബ്രോമിന്റെ ഓക്സൈഡ്സ് ആണ്. അയഡിനും ഓക്സൈഡ്സ് ഉണ്ട്. അയഡിന്റെ ഓക്സൈഡ്സ് ഏതൊക്കെയാണ്? I2O4, I2O5, I2O7. ഇതെല്ലാം ഇൻസോലബിൾ സോളിഡ്സ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസും ചെയ്യുന്നു. I2O5നെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. അടുത്ത ഇപ്പൊ നമ്മള് പഠിച്ചത് റിയാക്ഷൻസ് ഓഫ് ഹാലജൻസ് ആണ്. ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഈ ഹാലജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ കോമ്പൗണ്ട്സിനെ പറയുന്നത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്? ഹാലജൻ combine amongst themselves to form a number of compounds. These are known as interhalogen compounds. പല ടൈപ്പ് ഉണ്ടാകാം. XX'. ഈ എക്സ് എന്ന് പറയുന്നത് സൈസ് വലിയ സൈസുള്ള ഹാലജൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലോറിനും ഫ്ലൂറിനും കൂടെ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ക്ലോറിനാണ്, സൈസ് കൂടുതലാണ് ഫ്ലൂറിനേക്കാളും അല്ലെ. X' എന്തായിരിക്കും? ഫ്ലൂറിനായിരിക്കും, ClF. അതുപോലെ XX3, XX5 ആൻഡ് XX7 പല ടൈപ്പ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ്. where X is a larger size halogen, X' is a smaller size halogen. അന്നേരം നമ്മൾ പഠിച്ചു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്? ഹാലജൻ ആറ്റം തമ്മിൽ ആ ഗ്രൂപ്പിലുള്ള ആറ്റങ്ങളുമായിട്ട് ഇന്റർ മിക്സിംഗ് നടത്തുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മെറ്റൽ ഹാലൈഡ്സ് ഉണ്ടാകുന്നു. ഹാലജൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം മെറ്റൽ ഹാലൈഡ്സ്. നമുക്കൊരു എക്സാമ്പിൾ ഏതാ നമുക്ക് പഠിക്കേണ്ടത്? ഒരു മെറ്റലിന് എക്സാമ്പിൾ മഗ്നീഷ്യം ഒരു മെറ്റൽ അല്ലെ. മഗ്നീഷ്യവും ബ്രോമിനും കൂടെ കൂടി ചേർന്നാൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നു. അതൊരു മെറ്റൽ ഹാലൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ നമുക്ക് അയണിക് ക്യാരക്ടർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ദ അയോണിക് ക്യാരക്ടർ ഓഫ് ഹാലൈഡ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ. മെറ്റൽ ഫ്ലൂറൈഡിനാണ് ഏറ്റവും കൂടുതൽ, മെറ്റൽ അയഡൈഡിന് ഏറ്റവും കുറവ്. അയണിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ മെറ്റൽ ഫ്ലൂറൈഡിനാണ്. M is a monovalent metal. M monovalent metal ആയിരിക്കും. If a metal exhibit more than one oxidation state, the halides in higher oxidation state will be more covalent. For example, SnCl4, SnCl2 കൂടെ എടുക്കുക. SnCl4ഉം SnCl2 എടുക്കുകയാണെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് SnCl4നകത്തുള്ള SN. SnCl4 is more covalent than SnCl2. അതുപോലെ പല പല കോമ്പൗണ്ട്സ് PbCl4ഉം PbCl2ഉം കൂടെ എടുക്കുകയാണെങ്കിൽ PbCl4 ആയിരിക്കും മോർ കോവാലന്റ് ദാൻ PbCl2.
SbCl5 SbCl3 കൂടെ എടുക്കുകയാണെങ്കിൽ SbCl5 ആയിരിക്കും SbCl3യേക്കാളും മോർ കോവാലന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇത് റിയാക്ടിവിറ്റി ടുവേഴ്സ് മെറ്റലുമായിട്ട് ഹാലജൻ റിയാക്ട് ചെയ്ത് മെറ്റൽ ഹാലൈഡ്സ് ഉണ്ടാകുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. മെറ്റൽ ഹാലൈഡ്സിനകത്തൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ -1 is the most common oxidation state. -1 is the common oxidation state. അയോണിക് ആയിട്ടുള്ളതാണ് സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബ്രോമൈഡ്, സോഡിയം അയോഡൈഡ്. കോവാലന്റ് നേച്ചർ ആണ് HF, HCl, HBr, HI ഒക്കെ. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്താണ്? ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് 2 different ഹാലജൻ ആറ്റംസ് ാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ. ശ്രദ്ധിക്കുക, പലവട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആരാണ് കൂടുതൽ റിയാക്റ്റീവ്, ഹാലജൻ ആണോ ഇന്റർ ഹാലജൻ ആണോ? അന്നേരം നമുക്ക് പഠിക്കാം, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ ബിക്കോസ് XX- is a more polar bond than XX bond. അതിന്റെ നമ്മുടെ ഇന്റർ ഹാലജനകത്തെ ബോണ്ട് എന്ന് പറയുന്നത് മോർ പോളാർ ആണ്. ആരെ അപേക്ഷിച്ച്? ഹാലജൻ ബോണ്ടിനെ അപേക്ഷിച്ചത്. ഓൾ ആർ ഡയാമാഗ്നറ്റിക്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എല്ലാം ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക്. ഇത് പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന് പല ഷേപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്? Binary compounds of 2 different halogen atoms are called interhalogen compounds. നമുക്ക് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിനെ നമുക്ക് പല എക്സാമ്പിൾ പറയാം. ClF AX ടൈപ്പ് ആണ്. ഈ A എന്ന് പറയുന്നതിനകത്ത് സൈസ് കൂടുതലുള്ളതായിരിക്കും, എക്സിനേക്കാൾ സൈസ് കൂടുതലായിരിക്കും. ClUം F കൂടെ കമ്പയർ ചെയ്യുമ്പോൾ Clന് സൈസ് കൂടുതൽ. AX3 ClF3 അതിന് എക്സാമ്പിൾ ആണ്. AX5 BrF5 AX5 ടൈപ്പ് ഇന്റർഹാലജന് എക്സാമ്പിൾ ആണ്. AX7 IF7 എന്ന് പറയുന്നത് ഇന്റർഹാലജൻ AX7 ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് 17 എലിമെന്റ്സ് ആണ്. ഹാലജൻ ഗ്രൂപ്പ്. ഹാലജൻ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ NCERTയുടെ ടെക്സ്റ്റ് വായിക്കുക, അതനുസരിച്ച് ഈ ക്ലാസ്സും കാണുക, അന്നേരം നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തെങ്കിലും P ബ്ലോക്കിലെ വേറെ ഗ്രൂപ്പിലെ എലിമെന്റ്സിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ പറ്റി സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ വിസിറ്റ് ചെയ്യുക. ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.